അതും വരും സർ, അതും വന്നിട്ടുണ്ട്. ഞാൻ പറയുന്നില്ല, ഒരു വലിയൊരു ഹോസ്പിറ്റൽ ചെയിൻ ദുബായിൽ തുടങ്ങിയിട്ടുണ്ട്. അവരും വരും മിക്കവാറും. അധികകാലം പ്രതീക്ഷിക്കേണ്ട. സർ മുണ്ടും മാറി പാന്റ് ആവേണ്ടി വരും. അപ്പൊ ഈ പറഞ്ഞ പോലെ ബെഡുകളുടെ എണ്ണം കൂടുമ്പോൾ ആവറേജ് റവന്യൂ പെർ ഒക്യുപ്പൈഡ് ബെഡ് കൂടുന്നുണ്ട്. അല്ല, ഇത്രയും ആശുപത്രികൾ കിടന്ന് അടിക്കുമ്പോഴേ ഈ ആയുർവേദ ആശുപത്രികൾക്ക് പൊങ്ങി വരാനുള്ള അവസ്ഥയുണ്ടോ കേരളത്തില്? സാറേ, പിടിച്ചിരിക്കാൻ പറ്റുന്നുണ്ട്. കാരണം നമ്മൾ അതിന്റെ ഒരു പ്യൂർഫസ്റ്റ് ഫോമിലാണ് കൊടുക്കുന്നത്. കാരണം ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചിൽ കൊടുക്കുകയും അതുപോലെ തന്നെ നമ്മൾ മാനേജ്മെന്റ് എന്നതിനുള്ള മിറ്റിഗേഷൻ, അതായത് നമ്മൾ അതിന്റെ ഒരു ഇൽനെസ്സിനെ മാറ്റാനുള്ള ശ്രമങ്ങളും അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു ട്രീറ്റ്മെന്റ് സിസ്റ്റം തന്നെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ P4 പോലുള്ള, അതായത് പ്രിവെന്റീവ് മെഡിസിൻസ്, പേഴ്സണലൈസ്ഡ് മെഡിസിൻസ്, അല്ലെ പ്രൊഡക്റ്റീവ് മെഡിസിൻസ്, അല്ലെങ്കിൽ പിന്നെ ഈ തരത്തിലുള്ള മെഡിസിൻസിലേക്ക് നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. ലോക ആധുനിക ചികിത്സാ രീതികൾ പോലും മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെയാണ് ആയുർവേദത്തിന്റെ പ്രസക്തി വരുന്നത്. കാരണം ആയുർവേദം എത്രയോ നാളുകൾക്ക് മുമ്പ് തന്നെ ഇതാണ് മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്.